കയ്യിൽ 2 മാങ്ങ ഉണ്ട് എടുക്കാൻ. എന്നാൽ അതുപോലെ അടിപൊളിയായിട്ടൊരു അച്ചാർ തയ്യാറാക്കിയാലോ. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, എന്നാലോ ടേസ്റ്റിന് ഒട്ടും പിന്നിലും അല്ല. അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അതിനായിട്ട് ഇവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. 2 വലിയ സൈസ് മാങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു പൊളി എടുത്തിട്ട് അതിനെങ്ങനെ ചെറുതാക്കി കൊടുക്കണം, നീളത്തിൽ അരിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. കനം കുറച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കണമല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനും പറ്റണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് ശർക്കരയും കുറച്ച് കായപ്പൊടിയും പാടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ തിരുമ്പി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഞാനിപ്പോൾ കൈ കൊണ്ടാണിത് മിക്സ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. ആ ഉപ്പൊക്കെ അതിലിറങ്ങിയിട്ട് വെള്ളം പോലെ കുറച്ച് അതിലുണ്ടാവും. കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ കഴിക്കരുത്, അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇടാനുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി നന്നായി ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനല്ലേ, അതിനാണ് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കണത്. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും പാടെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്താണ്ടല്ലോ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാറിനൊക്കെ പൂതിയാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്